അഭിരാമി, അർജുൻ, പ്രീതി മുകുന്ദൻ, ജോൺ കൊക്കൻ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഒരു മൂവിയാണ് ഈ ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുന്ന. ബ്ലാസ്റ്റ് തിയേറ്ററുകൾ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരു മാർഷൽ ആർട്സ് ആക്ഷൻ മൂവി എന്ന് പറയുന്ന ജേണലിൽ വരുന്ന ഈ ഒരു സിനിമ തിയേറ്ററുകൾ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ ആക്ഷൻ സീക്വൻസസിൽ കൂടി തന്നെയാണ്. സുഭാഷ് കെ രാജ് ഡയറക്റ്റ് ചെയ്ത് ഈ ഒരു സിനിമയിലെ സീക്വൻസസിന് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൺ സീക്വൻസ് ചെയ്തിരിക്കുന്നത് ഫോയിനിറ്റ്സ് പ്രഭുവാണ്. സോ ഒരു സിനിമ പറയുന്ന സ്റ്റോറി നമ്മൾ കുറേ കണ്ടതാണെങ്കിലും ഈ എല്ലാ രീതിയിൽ നമ്മളെ 2.5 മണിക്കൂർ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവാണ്. നമുക്ക് നല്ല ഗൂസ്പം മൊമെൻറ്റ്സും അതുപോലെ തന്നെ ആ ഒരു അഡ്രിനാലിൻ പമ്പ് കൈൻഡ് ഓഫ് സീക്വൻസസ് ഒക്കെ തന്നെ സിനിമ തരുന്നുണ്ട്. അത് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. സോ ഇൻ്റർവൽ ബ്ലോക്ക് ആണെങ്കിലും അർജുൻ്റെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ടത് പ്രീതി മുകുന്ദൻ്റെ ആക്ഷൻ സീക്വൻസ് ആണ്. കാരണം വളരെ നല്ല രീതിയിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ ആ ഒരു ആക്ഷൻ സീക്വൻസസ് ചെയ്യാന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല. സോ ഇത് വളരെ ഗംഭീരമായിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു തിയേറ്റേഴ്സിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് മസ്റ്റ് വാച്ച് തിയേറ്ററുകൾ എക്സ്പീരിയൻസ് മൂവിയാണ്. കുറേ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ വാച്ചബിളായിട്ട് നമ്മളെ 2.5 മണിക്കൂർ പിടിച്ചിരുത്തി, അതും ഒരു ആക്ഷൻ ജേണലിൽ വരുന്ന സിനിമകൾ പകുതി കൂടുതൽ വർക്കൗട്ട് ആവാത്ത ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു സിനിമ വർക്കൗട്ട് ആവുന്നത് വലിയ കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ രവി ബാസുവിൻ്റെ തമിഴ് ഡെബ്യൂട്ടാണ് ഈ ഒരു സിനിമയിലെ മ്യൂസിക്. ആ ഒരു മ്യൂസിക് ഈ ഒരു സിനിമയുടെ സോളാണെന്ന് പറയാം. അത്രയും ഗംഭീരമായിട്ടാണ് മ്യൂസിക്കും വന്നിരിക്കുന്നത്. അതാണ് ബ്ലാസ്റ്റ്.